ഇങ്ങ് വായിച്ച് വന്നോ വന്നോ ചിരിച്ചോണ്ട് വാ നജു. വെൽക്കം ടു ഷാമി സ്റ്റോൺ. ചാനലിൻ്റെ ഷാമാണ് എനിക്കൊരു ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നത് പ്ലീസ് പോയിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ്. ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വ്ലോഗാണ്. നമ്മുടെ എന്താ പറയുക, നമ്മളിതൊരു റിസോർട്ട് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. സോ ആ റിസോർട്ടിൽ ഇന്ന് സ്റ്റേ ആണ്. സോ അതിൻ്റെ ബേസ് ആയിട്ടുള്ള വ്ലോഗാണ് കാണാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പൊന്മുടി വിതുര റോഡിലുള്ള റിവർ കൗണ്ടി റിസോർട്ടിലാണ് നമ്മൾ ഫാമിലി ആയിട്ട് ഒരു ദിവസം സ്റ്റേക്ക് വേണ്ടി പോകുന്നത്. നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് ഞാനും ആഷിയും പിന്നെ നമ്മുടെ രണ്ടുപേരുടെയും ഫാമിലി മെമ്പേഴ്സും ചേർന്നിട്ടാണ് ഈ ട്രിപ്പ് പോയത്. ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിക്കാൻ പോകും. നമ്മുടെ റിസോർട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്നായിരുന്നു നമ്മൾ ഫുഡ് കഴിച്ചത്. എന്നിട്ട് നമ്മൾ നേരെ അവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിക്കുകയായിരുന്നു. എൻ്റെ ഉമ്മായും സിസ്റ്ററും ഒക്കെ കുറേ നേരം അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ റിവർ കൗണ്ടി റിസോർട്ടിലോട്ട് കയറാൻ പോവുമായിരുന്നു. അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ. കാരണം ഫുള്ളൊരു നേച്ചറിനോട് ചേർന്ന് കിടക്കുന്ന അങ്ങനെ ഒരു പ്ലേസ് ആയിരുന്നു. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്തായിരുന്നു എന്നറിയോ? ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ബ്രിഡ്ജ് ഉണ്ടല്ലോ, ഈ ബ്രിഡ്ജായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ റോഡ് നിന്നിട്ട് നമ്മൾ ആ റിസോർട്ടിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജായിരുന്നു ഇത്. കുറേ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ അടിപൊളിയായിരുന്നു. നോക്ക്. പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ റിസോർട്ടിലോട്ട് പോയി. ശരിക്കും ഈ റിസോർട്ട് വന്നിട്ട് നേച്ചറുമായിട്ട് ഭയങ്കര അടിപൊളിയായിട്ടാണ് കിടക്കുന്നത്. പിന്നെ മാത്രമല്ല, ഈ റിസോർട്ടിൻ്റെ നെയിം പറയുന്നപ്പോൾ തന്നെ കല്ലാർ റിവർ ഉണ്ടല്ലോ, അതിനോട് ചേർന്നിട്ടാണ് ഈ റിസോർട്ട് ഉണ്ടായിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്ന് എല്ലാവരും റൂമൊക്കെ നോക്കി റൂമിലൊക്കെ കയറി ഒന്ന് ഫ്രഷപ്പായിട്ട് നേരെ റിവറിലോട്ട് ഇറങ്ങി. അവിടെ വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ. എന്നിട്ട് കുറേ നേരം റിവറിൻ്റെ അവിടെ ആയിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് പിന്നെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ എല്ലാവരും കൂടെ ചേർന്നിട്ട്. എന്നിട്ട് നേരെ നമ്മളൊന്ന് റൂമിൽ പോയി ഫ്രഷപ്പായിട്ട് ടീ കുടിക്കാനുള്ള ടൈമായി. അപ്പോൾ ടീ കുടിക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവുക. പോകുന്ന വഴി നമ്മളൊരു ഊഞ്ഞാല് കണ്ടു. പിന്നെ ആ ഊഞ്ഞാലിൻ്റെ പുറകെ ഇങ്ങ് വായിച്ച് സിസ്റ്ററിൻ്റെ അടുത്ത് ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ആളെടുത്തൊരു സ്ലോ മോഷൻ വീഡിയോ ആയിരുന്നു ഇത്. പിന്നെ കുറച്ച് നേരം വാപ്പായും ഉമ്മായും കൂടെ ആ ഊഞ്ഞാല് യൂസ് ചെയ്യായിരുന്നു. എന്നിട്ട് അവരത് കുറച്ച് നേരം ആടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് സെൽഫീസൊക്കെ എടുത്തു. പിന്നെ നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് ടീ കുടിക്കാൻ പോയി. ടീ കുടിച്ചു. പിന്നെ അവിടെ കുറച്ച് സ്പീക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പാട്ടൊക്കെ വെച്ച് വൈബൊക്കെ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് കുറേ സെൽഫീസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ റൂമിലോട്ട് പോകുന്ന വഴിയാണ് അവിടെ വേറെ കുറേ പ്ലേ ഗ്രൗണ്ട് പോലെ അവിടെ കുറേ കാര്യങ്ങൾ കണ്ടത്. പിന്നെ ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ അതിൻ്റെ പുറകെയായിരുന്നു. എനിക്ക് കുറച്ച് ഇതൊക്കെ യൂസ് ചെയ്യാൻ കുറച്ച് പേടിയുള്ള ടൈപ്പും കൂടെ ആണ് കേട്ടോ. സോ ഞാൻ കുറച്ച് കെയർഫുൾ ആയിട്ടുള്ള രീതിയിലായിരുന്നു അതൊക്കെ യൂസ് ചെയ്തത്. ബട്ട് ഇറ്റ് വാസ് സോ ഫൺ. വന്നോ ചിരിച്ചോണ്ട് വാ നജു. പിന്നെ ജസ്റ്റ് റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് നേരെ നമ്മൾ ക്യാമ്പ് ഫയറിൻ്റെ അങ്ങോട്ട് പോയി. അവിടെ കുറേ നേരം വൈബൊക്കെ ചെയ്ത് ബാർബിക്യൂ ഒക്കെ കഴിച്ച് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ പോയി കിടന്നുറങ്ങി. എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയപ്പോഴത്തേക്കും നേരത്തെ എണീറ്റു. ഞാൻ മോർണിംഗ് നേരെ എണീറ്റ് ഉമ്മാടെയും മാപ്പാടെയും റൂമൊക്കെ ചെന്ന് വിസിറ്റ് ചെയ്ത് എന്നിട്ട് ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി നടക്കായിരുന്നു. അവർക്ക് അവരുടേതായിട്ട് തന്നെ ഉള്ളൊരു ഫാം ഉണ്ടായിരുന്നു. സോ ഇത് കഴിഞ്ഞ് നേരെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ആ ഫാമിൽ ചെന്ന് അവിടുത്തെ കുറേ ബേർഡ്സും അവിടുത്തെ ചില ആനിമൽസും ഒക്കെ വിസിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ചെന്ന് ഫുഡൊക്കെ അടിച്ചിട്ട് പിന്നെ പതിയെ നമുക്ക് പോകാനുള്ള ടൈമായി. സോ നമ്മളെല്ലാവരും പോയി റെഡിയായി തിരിച്ച് നമ്മൾ ആ റിസോർട്ടിനോട് ബൈ ബൈ പറയാറുണ്ട്.
ബട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ പൊന്മുടിയുടെ ഒരു നിയർ ബൈ ഉള്ള പ്ലേസിലാണ് ശരിക്കും ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ബട്ട് ഇറ്റ് വാസ് റിയലി നൈസ് എക്സ്പീരിയൻസ്. നമുക്ക് എന്താ പറയുക, തണുപ്പായിരിക്കും എന്നൊരു എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. പക്ഷെ നമ്മൾ പോയ സമയത്ത് ഓക്കെ ടൈപ്പ് ഒരു ക്ലൈമറ്റ് ആയിരുന്നു. അന്ന് കയറിയ ടൈം ഞാൻ എൻ്റെ ആ ഫേവറേറ്റ് ബ്രിഡ്ജ് ഉണ്ടല്ലോ, ആ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഫോട്ടോസ് എടുത്തെങ്കിലും എനിക്ക് തൃപ്തിയായില്ല. സോ ഇപ്പോൾ പുതിയ കോസ്റ്റ്യൂം അല്ലേ, അത് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും കൂടെ എടുത്ത് പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ റിസോർട്ടിനോട് ബൈ പറഞ്ഞു ഗൈസ്. അപ്പോൾ ഇതായിരുന്നു ശരിക്കും നമ്മുടെ റിവർ കൗണ്ടി റിസോർട്ടിലെ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത് ഉടനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്.